ഹായ് എവ്രി വൺ, വെൽക്കം ടു തമിഴ് കേരളം. അപ്പോൾ കാലത്തോട്ട് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് സ്കൂളിലും കോളേജിലും കൊണ്ടുപോകാനായിട്ട് കാലത്ത് തന്നെ റെഡിയാക്കുന്നുണ്ട്. അതിനു മുമ്പ് ഒരു ചായ കുടിച്ചാലോ എന്ന് വെച്ചിട്ട് ചായ എടുക്കുവാണ്. അപ്പോൾ ഇന്ന് പൊട്ടറ്റോ വിത്ത് എഗ് റൈസാണ്. അപ്പോൾ പൊട്ടറ്റോയും എഗ്ഗും ചേർത്തിട്ടുള്ള ഒരു മിക്സഡ് റൈസാണ് ഇന്ന് കൊടുക്കുന്നത്. ഒരു സ്ഥലത്തിരുന്ന് ചായ കുടിക്കാനുള്ള സമയമല്ല, അതുകൊണ്ട് ചായ കുടിക്കലും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതും എല്ലാം ഒന്നിച്ചാണ് നടക്കുന്നത്. പൊട്ടറ്റോ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിത് എടുത്ത് മാറ്റി വയ്ക്കുവാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ എണ്ണയിൽ തന്നെ നമുക്ക് സവാളയും ക്യാപ്സിക്കം എല്ലാം വഴറ്റിയെടുക്കാം. അപ്പോൾ കൂടുതൽ വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്നില്ല. എൻ്റെ ഫ്രിഡ്ജിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ ആ ഐറ്റങ്ങൾ മാത്രമാണ് ചേർക്കുന്നത്. സവാള, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, അതുപോലെ കുറച്ച് ഗ്രീൻ പീസ്, ഒരു മധുരത്തിന് വേണ്ടി ഒരു ചെറിയ പുളിപ്പ് ടേസ്റ്റിന് വേണ്ടി കുറച്ച് തക്കാളിയും ചേർക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇത്രയാണ് എൻ്റെ ഫ്രിഡ്ജിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് മല്ലിയില. ഗ്രീൻ പീസ് ഞാൻ നേരത്തെ ഇച്ചിരി വേവിച്ച് വെച്ചിട്ടുണ്ട്, കണക്കിന് വെന്തിട്ടുണ്ട്. അതും കൂടിയിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഒന്ന് ചേർക്കണം. അതിന് മുമ്പ് ഇതിൽ ആവശ്യത്തിനുള്ള മുട്ട നമുക്ക് അടിച്ച് ചേർക്കാം. ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 3 ടിഫിൻ ബോക്സാണ് നമുക്ക് പാക്ക് ചെയ്യേണ്ടത്. ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ ബീൻസ്, ക്യാരറ്റ്, കോളിഫ്ലവർ ഈ ഐറ്റങ്ങളൊക്കെ നമുക്ക് ചേർക്കാൻ നല്ല രുചിയുണ്ടാവും. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊക്കെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഈ മിക്സഡ് റൈസ് ഉണ്ടാക്കുന്നത്. മുട്ട നല്ലോണം അടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൂടി ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന അരി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് ബാസ്മതി റൈസ് നമ്മൾ ചേർക്കുവാണെങ്കിൽ നല്ലൊരു ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടും, നല്ലൊരു പുലാവ് അങ്ങനത്തെ ഒരു ടേസ്റ്റ് കിട്ടും. പക്ഷേ ഞാൻ നോർമൽ റൈസാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കിതിൽ കുറച്ച് മല്ലിയില മിക്സ് ആക്കി കൊടുക്കാം. ടിഫിൻ ബോക്സ് പാക്കാക്കി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് 3 പേർക്കും ക്ലാസ് ഉണ്ട്, കോളേജ് വർക്കും ഉണ്ട്, അതുപോലെ ഇന്ന് സ്കൂളുണ്ട്. ഇനി നമുക്ക് ഇവരൊക്കെ അയച്ചതിന് ശേഷം ചെറിയൊരു വാക്കിംഗ് ഉണ്ട്. കാലത്ത് എന്നും വാക്കിംഗ് പോകുന്നതാണ്. ഞാൻ പുറത്തേക്ക് വാക്കിംഗ് ഒന്നും പോകാറില്ല. അപ്പോൾ വീട്ടിനുള്ളിൽ തന്നെ ചെറുതായിട്ട് ചിലപ്പോൾ ടെറസിൽ നടക്കാറുണ്ട്. അതുപോലെ ടെറസിൽ പോയില്ലെങ്കിൽ വീട്ടിനുള്ളിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു ചെറിയ നടത്തം എന്നും ഉണ്ട്. കാലത്ത് ചെയ്തില്ലെങ്കിൽ വൈകുന്നേരം, അങ്ങനെ ഏതെങ്കിലും ഒരു സമയം നടക്കുമ്പോൾ ചെറിയൊരു റിലാക്സ് കിട്ടും. അപ്പോൾ നടത്തമൊക്കെ കഴിഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഇന്ന് കാലത്ത് ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും ചേർത്തിട്ടില്ല, വളരെ സിമ്പിളായിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കിയത്. അപ്പോൾ പിള്ളേരെല്ലാം കഴിച്ചിട്ട് കുറച്ചൊക്കെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പ്ലേറ്റിൽ തന്നെ ഞാൻ എനിക്കുള്ളതും എടുത്ത് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് കഴിക്കുവാണ്. ഇതിനി കഴിച്ചിട്ട് 1-2 ചെറിയ ജോലികളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ടെറസിലേക്ക് പോകണം. അപ്പോൾ ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇത് കാലത്ത് എണീച്ചോടൻ ചെയ്യുന്നതാണ്. പക്ഷേ ഇന്ന് ഇച്ചിരി താമസിച്ചു പോയി. ബെഡ് കവറൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ടെറസിലേക്ക് പോയി. ഒരുപാട് മാങ്ങ വീഴുന്നുണ്ട്. അപ്പോൾ മാങ്ങ വീഴുന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ കാലത്ത് ടെറസിലേക്ക് വന്നത്. അപ്പോൾ സമയം ഒരു 10 മണിയൊക്കെ ആവും. ചെറിയ വെയിലുണ്ട്. അപ്പോൾ മാങ്ങ ഒരുപാട് താഴെ വീഴുന്നുണ്ട്. ഈ പ്രാവശ്യമുള്ള മാങ്ങ ഒന്നും നന്നായിട്ട് കിട്ടിയിട്ടില്ല. എന്തോ ഒരു കേടുണ്ട്, മഴ സമയമായതുകൊണ്ടോ എന്തോ എല്ലാ മാങ്ങയും ഇതുപോലെയാണ്. ഒരുപാടെണ്ണം ഇത് കേടായി വീഴുന്നുണ്ട്. ചെറിയ കേടുള്ള മാങ്ങയൊക്കെ ഞാൻ എടുത്ത് ഗേറ്റിൻ്റെ പുറത്ത് വെച്ചേക്കും. അപ്പം ആരെങ്കിലും, അതായത് മീൻ കട അടുത്തുണ്ടല്ലോ, അതിൽ വരുന്ന ആരെങ്കിലും എടുത്തുകൊണ്ട് പോവും. പക്ഷേ കൂടുതലും മാങ്ങ മുഴുവനായിട്ട് കേടാകുന്നതാണ് കൂടുതലും. കണ്ടില്ലേ, ഇതുപോലെ ഒരുപാടെണ്ണം ഉണ്ട്. പക്ഷെ ചെറിയ ചെറിയ കേടുകളൊക്കെ ഞാനൊന്ന് മാറ്റി വയ്ക്കാറുണ്ട്. അതുപോലെ ചില നല്ല മാങ്ങ താഴെ വീഴുന്ന കിടക്കും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എടുക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ കൊടുക്കും. അങ്ങനെ കുറേ നേരം മാങ്ങയും നോക്കി ടെറസിൽ നിന്നിട്ടുണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, കാരണം ഇന്നലെയൊക്കെ ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പ് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ കുറേ നേരം നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള ലഞ്ച് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ കാലത്തുള്ളത് മാത്രമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ.
അപ്പോൾ ഇന്ന് മീൻ വാങ്ങിക്കുന്നില്ല. മീൻ വാങ്ങിക്കുന്ന ചേച്ചിയോട് ഇന്ന് പറയുന്നില്ല. കാരണം ഇന്ന് സിമ്പിളായിട്ട് വെജിറ്റബിൾസ് കൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കുന്നു. വൈകുന്നേരം നമുക്ക് പുറത്ത് നിന്ന് കഴിക്കാമെന്ന ഒരു പ്ലാനുണ്ട്. അപ്പോൾ ചോറിന് വേണ്ടി വെള്ളം ഇട്ടിട്ടുണ്ട്, അതുപോലെ അരിയും ഇട്ടു. മറ്റൊരു അടുപ്പത്ത് ഞാനൊരു പാൻ വെച്ച് അതിൽ തന്നെ ബീട്രൂട്ട് തോരൻ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുക് താളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അതുപോലെ മുട്ട തോരനും വയ്ക്കുന്നുണ്ട്. പിന്നെ കറിയായിട്ട് തക്കാളി കറിയാണ് ഉണ്ടാക്കുന്നത്. ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അല്ലാതെ നമ്മൾ ചെത്തി വയ്ക്കാറില്ല. ചെത്തിയെടുക്കുന്നത് അത് തോരൻ വെച്ചാൽ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. മുട്ട തോരന് വേണ്ടി സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 സവാള എടുത്തിട്ടുണ്ട്. ഞാനത് 3 മുട്ട എടുക്കുവാണ്. അതുകൊണ്ട് 3 സവാള കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്നിച്ചാണ് നടക്കുന്നത്. ഒരു വശം ചോറും മറ്റൊരു വശം ബീട്രൂട്ട്, പിന്നെ നടുക്കുള്ള അടുപ്പിൽ തന്നെ ഞാൻ മുട്ടയ്ക്കുള്ളതും ചേർത്തിട്ടുണ്ട്. ഇനി തക്കാളി കറി വെക്കണം. ഇനി സവാള നമുക്ക് നന്നായിട്ട് വറുത്തതിന് ശേഷം കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇപ്പോൾ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു മസാല അരച്ച് ചേർക്കാം. കുറച്ച് തേങ്ങ, അല്പം ജീരകം, 1 അല്ലെങ്കിൽ 2 വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, ഇത്രയായിട്ട് മിക്സിയിൽ ഒരു അടി അടിച്ചെടുത്താൽ മതി. അത് നമുക്കിനി ബീട്രൂട്ടിൽ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ബീട്രൂട്ട് വേവിക്കുമ്പോൾ തന്നെ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് ഒരു 4-5 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വീണ്ടും വേവിച്ചെടുത്താൽ മതി. സ്റ്റൗവ് വളരെ കുറഞ്ഞ തീയിലിടണം. കൂട്ടി വയ്ക്കുവാണെങ്കിൽ കരിഞ്ഞു, കാരണം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി അല്പം 2-3 മിനിറ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. മുട്ടയ്ക്ക് സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ബീട്രൂട്ട് തോരനും ഞാനൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് അടി പിടിക്കും. ഞാൻ തീ വളരെ കുറച്ച് ഇട്ടിരുന്നാലും വെള്ളമൊക്കെ വറ്റിയത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അടി പിടിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ തോരന് കിണ്ടി കൊടുക്കുവാണ്. ഏകദേശം റെഡിയായി. ഇനി ഒരു 4-5 മിനിറ്റ് കൂടി അത്രയേ ഉള്ളൂ. ഇവിടെ സവാളയും പച്ചമുളകും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ചിലർ മുട്ടയ്ക്ക് തക്കാളി ചേർക്കാറില്ല. പക്ഷേ ഞാൻ എപ്പോഴും ചെറിയൊരു പുളിപ്പ് ടേസ്റ്റിന് വേണ്ടി തക്കാളി ചേർക്കാറുണ്ട്. അല്പം വലിയ കഷ്ണങ്ങളായിപ്പോയി. ഇതൊന്ന് വെന്ത് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുവാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട അടിച്ച് ചേർക്കാം. അപ്പോൾ ഞാനിന്ന് 3 മുട്ട എടുക്കുന്നുണ്ട്. ബീട്രൂട്ട് അടിപൊളിയായിട്ട് റെഡിയായി. നല്ല പൂ പോലത്തെ ബീട്രൂട്ട് തോരൻ. അപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി കൊടുക്കാം. സ്റ്റവ് ഓഫ് ആക്കുന്നില്ല, കാരണം ഇനി തക്കാളി കറി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇതും ഈ അടുപ്പത്താണ്. ഇത് ഇച്ചിരി വലിയ ബർണർ, അതുകൊണ്ട് ഇതിൽ നമുക്ക് പെട്ടെന്ന് തക്കാളി കറി ഉണ്ടാക്കാം. അതിനിടയ്ക്ക് ചോറ് റെഡി ആയിട്ടുണ്ടോ എന്നൊന്ന് നോക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അല്പം കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മസാല റെഡിയായി. ഇനി നമുക്ക് മുട്ട ചേർക്കേണ്ട സമയമായി. അപ്പം ഞാൻ 3 മുട്ട അടിച്ച് ചേർക്കുവാണ്. ഇതിനിടയ്ക്ക് തക്കാളി കറിക്കുള്ള ചെറിയ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുവാണ്. 3 തക്കാളി എടുത്തിട്ടുണ്ട്, കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയതിന് ശേഷമാണ് നമുക്കിതിൻ്റെ മസാല ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കണം. അപ്പം ഇതിൻ്റെ മസാല തേങ്ങ, ജീരകം, ചെറിയ ഉള്ളി, അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, ഇത്രയാണ്.
അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ടതുകൊണ്ട് തക്കാളി പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. ഇന്ന് ഉച്ചയ്ക്ക് വളരെ സിമ്പിളായിട്ടാണ് ഒരു ബീട്രൂട്ട് തോരനും മുട്ട തോരനും പിന്നെ തക്കാളി കറിയും അങ്ങനെ വളരെ സിമ്പിളാക്കിയത്. വൈകുന്നേരം നമുക്ക് പുറത്ത് ചെന്ന് കഴിക്കാം എന്നൊരു ചെറിയ പ്ലാനുണ്ട്. അതിന് വേണ്ടിയാണ് വളരെ സിമ്പിളാക്കിയത്. അപ്പോൾ ഉച്ചയ്ക്ക് മാത്രമാണ്. പിള്ളേർക്ക് കാലത്ത് തന്നെ എല്ലാം ടിഫിൻ ബോക്സിൽ പാക്കാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട തോരനും റെഡിയായി. ഇനി കുറച്ച് പെപ്പർ പൗഡർ ഒന്ന് ചെറുതായിട്ട് ഒരു 2 ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്തതിന് ശേഷം ഒന്നുകൂടി നമുക്ക് മിക്സ് ആക്കിയിട്ട് സ്റ്റവ് ഓഫ് ആക്കി എടുക്കാം. അങ്ങനെ മുട്ട തോരന് റെഡിയായി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി ഇടാം. ഇനി അടുത്ത് തക്കാളി കറി റെഡിയായി വരുന്നുണ്ട്. തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ മസാല അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുവാണ്. മസാല അല്പം നേരത്തെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ തക്കാളിയിൽ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പുളിപ്പിനായിട്ട് തക്കാളി മാത്രമാണ് ഇട്ടത്. 3 തക്കാളി ചേർത്തത് കൊണ്ട് ഞാൻ പുളിവെള്ളം ചേർക്കുന്നില്ല, ഒരുപാട് പുളിപ്പായി പോവും. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുവാണ്. ഇത് തിളയ്ക്കാൻ പാടില്ല. ചെറിയ തിള വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നേരത്തെ ഞാൻ ചേർത്തിട്ടുണ്ട്. കറിയിൽ ചെറിയ തിള വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് തിളയ്ക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. ചോറ് റെഡിയായി. ഇനി നമുക്ക് വടിച്ചെടുക്കാം. അപ്പോൾ ഈ പാത്രത്തിൽ വടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. എനിക്ക് ഈ പാത്രത്തിൽ കൂടുതലും ചോറ് ഉണ്ടാക്കുന്നതാണ് വലിയ ഇഷ്ടം. അപ്പം ഞാൻ ചെറിയൊരു പാന വെച്ചിട്ടുണ്ട്. അതിലും ഉണ്ടാക്കാറുണ്ട്, ചോറ് വേവിക്കാറുണ്ട്. ഈ പാത്രത്തിലും ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ കൈയോടെ തന്നെ പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കുവാണ്. പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. അതുപോലെ സിങ്കൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. സ്റ്റവൊക്കെ കൈയോടെ തന്നെ തുടച്ചെടുക്കുവാണ്. അപ്പോൾ നമ്മൾ പാചകം കഴിഞ്ഞ ഉടനെ തന്നെ ഈ പണികളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ സാറ്റിസ്ഫൈഡ് ഉണ്ടാവും. കൂടുതൽ ജോലി ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ നമ്മളിത് ഇട്ട് വയ്ക്കുവാണെങ്കിൽ കുറേ കഴിയുമ്പം കുറച്ചുകൂടി ജോലി ഉണ്ടായതുപോലെ തോന്നും. അപ്പോൾ എനിക്കെങ്ങനെയാണ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാം ക്ലീൻ ആക്കി എടുക്കണം. കിച്ചൺ ഒന്ന് ക്ലീൻ ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. എന്തോ ഒരു വലിയൊരു ജോലി തീർന്നതായിട്ട് തോന്നും. അല്ലാതെ നമ്മൾ പാത്രങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴും മൈൻഡിനകത്ത് ഒരു ജോലിയുണ്ട് ഇങ്ങനെ എനിക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാം കിച്ചണൊക്കെ ക്ലീനായി. ഇപ്പോൾ മൈൻഡ് റിലാക്സ്ഡ് ആണ്. ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തുള്ള ജോലി കുറച്ചുണ്ട്. ഇച്ചിരി പുറത്തൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വീണ്ടും ടെറസിലേക്ക് പോകണം.
വൈകുന്നേരമായി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ചായ കുടിക്കുന്ന സമയമാണ് പൂച്ചയുടെ ശബ്ദം ഒന്ന് പുറത്തേക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയപ്പം 3 പൂച്ചയും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. പൂച്ചയുടെ അടുത്ത് കുറേ നേരം അങ്ങനെ നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി വീടിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒന്ന് ഇറങ്ങി. അപ്പം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് 2-3 ദിവസമായി. അപ്പോൾ മണി പ്ലാന്റ് ഒന്ന് അതിൽ ചുറ്റിയിരിക്കുന്നതൊക്കെ ഒന്ന് താഴോട്ട് കിടന്നതുപോലെ എനിക്ക് തോന്നി. ഇവിടുത്തെ പൂച്ചകളൊക്കെ കയറി ചാടി അതിലുള്ള ഈ കൊടിയൊക്കെ വലിച്ച് താഴേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കി ഇട്ടിട്ട് ഞാനിതൊക്കെ നോക്കിയിട്ട് കുറേ ദിവസമായി. ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വരുമ്പോഴാണ് ഇതൊക്കെ നോക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യാറുണ്ടല്ലോ, അതുകൊണ്ട് വെള്ളം ഒഴിക്കുന്ന സംഭവം ഇല്ല. അപ്പോൾ വൈകുന്നേരം കഴിഞ്ഞ് രാത്രി ഒരു 7:30 ആയപ്പം തന്നെ ഞങ്ങൾ ഹോട്ടലിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ കുറച്ച് അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്, ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അവിടെ പോകാറുണ്ട്. ആ ഹോട്ടലിൽ പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവരും റെഡിയായി. ഇനി നമുക്ക് ഒന്ന് ഹോട്ടലിലേക്ക് പോവാം. മക്കളൊക്കെ സ്കൂളിൽ പോവും, ഭർത്താവ് ജോലിക്ക് പോകും. അപ്പം നമ്മൾ കൂടുതൽ സമയം വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതല്ലേ, അപ്പം മൈൻഡ് ചിലപ്പോഴൊക്കെ ഡിസ്റ്റർബ് ആകും. അപ്പം ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് പുറത്ത് പോകുമ്പോൾ മനസ്സിനൊരു റിലാക്സാണ്. റിലാക്സ്ഡ് മാത്രമല്ല, ഒരു പോസിറ്റീവ് എനർജി കൂടി നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ പോകാറുണ്ട്. എല്ലാ സമയവും നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ നമുക്കും വേണ്ടേ ഒരു ചെറിയ റിലാക്സൊക്കെ. അതിനുവേണ്ടി ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഹോട്ടലിൻ്റെ അടുത്തെത്തി. ഞങ്ങൾ വരുന്ന കാർ പാർക്കിംഗ് ചെറിയ കാർ പാർക്കിങ്ങാണ്. അപ്പം ഞങ്ങൾ വരുന്ന സമയം തന്നെ മറ്റൊരു കാറ് അകത്തേക്ക് കയറി. അപ്പം പാർക്കിങ്ങിൽ ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയില്ല. അപ്പോൾ റോഡിൻ്റെ ഒരു സൈഡിൽ തന്നെ കാറ് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഹോട്ടലിൻ്റെ അകത്ത് കയറി. അപ്പം അകത്ത് കയറിയപ്പോൾ തന്നെ ഹൗസ്ഫുള്ളാണ്. ഫുൾ ടേബിളും എല്ലാ ടേബിളും ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞു, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു സൈഡിൽ സീറ്റിംഗ് ഉണ്ടായിരുന്നു, വെയിറ്റിംഗ് ഏരിയ ഒരു സൈഡിലുണ്ടായിരുന്നു. അതിൽ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ടേബിള് ഫ്രീ ആയി. അപ്പം ഞങ്ങൾ കഴിക്കാനായിട്ട് വന്നിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റങ്ങളൊക്കെ വാങ്ങി കഴിച്ചതിന് ശേഷം മോന് ഫലൂഡ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 10 മണിയായി. ഞങ്ങൾ ഇറങ്ങിയത് 8:30 കഴിഞ്ഞിട്ടാണ് ഹോട്ടലിൽ പോയത്. ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പം 10 മണിയൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്കല്ല തിരിച്ചത്, മെയിൻ റോഡിൽ കൂടിയാണ് ഞങ്ങൾ തിരിച്ച് വന്നത്. കാരണം കുറച്ച് ലൈറ്റിങ്സൊക്കെ ഇങ്ങനെ കാണാമല്ലോ എന്ന്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.